ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയ 174 പേർക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി. 2 വാർഡുകളിലെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തി. BJP ഉടുമ്പൻചോല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരാതിപ്പുറത്ത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകൾ 6ഉം 12ഉമായി 200ഓളം വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, തിങ്കളാഴ്ച ഹിയറിങ്ങിന് ഹാജരാകണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ പറയൂ. SKN പീരുമേട്, ഉടുമ്പൻചോല, അതുപോലെ തന്നെ ദേവികുളം എന്നീ ഈ 3 മണ്ഡലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ഈ തോട്ടം തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇവരിൽ ചിലർക്ക് ഇരട്ട വോട്ടുണ്ട്, അതായത് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം പണ്ട് മുതലേ ഉള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അതിൻ്റെ ആരോപണത്തിൻ്റെ കട്ടി ഒരല്പം ചില പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന് പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആദ്യഘട്ടത്തിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം, അതായത് 1000-ൽ താഴെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ അതിൽ 174 ഇരട്ട വോട്ടുകളുണ്ട്. തേനി ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായി വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ഏപ്രിൽ 1 ഹിയറിങ്ങിന് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-നാണ് ഈ തമിഴ്നാട്ടിൽ നടക്കുക. അതുകൊണ്ട് തന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ പേര് വെട്ടുന്നതിനുള്ള സമയം കാലാവധി തമിഴ്നാട്ടിൽ കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇടുക്കിയിൽ മാത്രമാണ് ഈ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമയപരിധി നിലവിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ, അതായത് ഇടുക്കി ജില്ലയിലെ വോട്ടിങ്ങിനെ അത് പ്രധാനമായും ബാധിക്കും. ഈ ഹിയറിങ്ങിന് വിളിച്ചതിന് ശേഷം ഈ വോട്ടുകൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ ബാധിക്കും. ഏകദേശം 1 ലക്ഷത്തോളം വോട്ടുകൾ ഈ തോട്ടം തൊഴിലാളികളുടെ ഉണ്ട്. അതിൽ ഭൂരിഭാഗവും ഇരട്ട വോട്ടിൽ ഉൾപ്പെട്ടേക്കാം എന്നൊരു സംശയം കൂടി ഇപ്പോഴുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടികൾ ഉൾപ്പെടെ പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ റവന്യൂ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. രാഹുൽ വിജയനാണ് ഒപ്പം ചേർന്നത്.